ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാം. ഈ ഒരു കറി പല തരത്തിൽ ഉണ്ടാക്കാം. അതിലൊന്നാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ഒരു ചട്നി അല്ലെങ്കിൽ നമ്മളൊരു പച്ചടിയൊക്കെ വിളമ്പുന്നത് പോലെ ഉള്ള ഒരു തരത്തിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇന്നത്തെ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ചെറിയുള്ളിയാണ്. അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണെങ്കിലും അരിയാം, പക്ഷെ ഹോളായിട്ട് ഇടരുത്. ഇതൊരു 2-3 പേർക്ക് പച്ചടി പോലെ വിളമ്പാനുള്ള അളവാണ്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട എണ്ണ നല്ലെണ്ണയാണ്, എള്ളെണ്ണ എന്ന് പറയുന്നത്. അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഈ ഒരു കറി കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നാൽ വളരെ നല്ലതാണ്. കാരണം മീഡിയം ടു ഹൈ ഫ്ലെയിമിലുള്ള വളരെ പെട്ടെന്നുള്ള കുക്കിംഗ് ആണ് ഈ ഒരു കറിയുടെ. കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ മീഡിയം സ്പൈസി ആയിട്ടുള്ള ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-3 ചെറിയ വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയാണ്. ഈ സമയത്ത് പാൻ ഹൈ ഫ്ലെയിമിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. മുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ പൊസിഷനിലായിരിക്കാൻ ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറിയിൽ ഉള്ളി ഒരുപാടങ്ങ് മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുകയും വേണം, എന്നാലൊന്ന് ചെറിയൊരു കാരമലൈസ് ആയിട്ട് കിട്ടുകയും വേണം. ഇതാ ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരല്പം കായം, 1/4 ടീസ്പൂൺ കായം. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയുടെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആണ്, എന്നാലും ഒരു ചെറിയ ക്രഞ്ച് കിട്ടും. ആ ഒരു പാകത്തിനാണ്. ഇനി എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതപ്പം പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. കഷ്ണങ്ങളിലേക്കൊക്കെ പൊടികളുടെ നിറം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ നിൽക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പാകം ഉള്ളിക്ക് കിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണിത്. പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഈ ഒരു മിശ്രിതം ഇനിയിപ്പോൾ 1 മിനിറ്റ് നേരം തിളയ്ക്കണം. പുളി ഒന്ന് വെന്ത് കിട്ടണം. ഇതപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഇരിക്കും തോറും ഇതിൻ്റെ വെള്ളം വറ്റും. മാത്രമല്ല ഇതിൻ്റെ നിറവും മാറി വരും. അപ്പം വെള്ളം നിങ്ങൾ ഒഴിക്കുന്നത് ആ പാകത്തിന് ഒഴിച്ചെടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ചു നേരം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഒന്നുകൂടി പറയാനുള്ളത്, ഈ ഒരു ഉള്ളിയുടെ അളവിന് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം അളവ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പാണ്. അതിൽ 1/2 കപ്പ് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കാൻ എടുത്തു. ഇനി ഒരു 1/2 കപ്പ് മാത്രമേ ഇനി മാക്സിമം ഒഴിക്കാൻ പറ്റുള്ളൂ. ഇതാ കണ്ടില്ലേ, കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും അതിൻ്റെ വെള്ളവും വറ്റിയിട്ടുണ്ട്, നിറവും മാറിയിട്ടുണ്ട്. അപ്പാര ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റിയാണ്. ഇനി ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന അടുത്തൊരു വെറൈറ്റി ഞാൻ വീണ്ടും ഇനിയൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ധന്യ.